എൻ്റെ മോൻ ചോദിക്കുന്നത് എന്തിനാ കരയുന്നതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ കരയുന്നത്. ആ കരച്ചിലോടെ ഞാൻ ഡൗൺ ആവുന്നിട്ട് എനിക്ക് ഷുഗർ ഡൗണായി ഞാൻ താഴോട്ട് വീഴുന്നൊരവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു എന്താ കാര്യം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ആ അവസ്ഥയായിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. അവിടെ ഒക്കെ എൻ്റെ ദൈവം അവിടെ കരുതി ഞങ്ങളെ ഡോക്ടർ വളരെ വളരെ സഹായമായിട്ട് ഡോക്ടർ ഞങ്ങളെ ആ രീതി കരുതൽ ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. പക്ഷെ എന്നാലും എനിക്ക് എണീച്ച് നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നലെ പിന്നെ ന്യൂറോയുടെ അടുത്ത് പോയി ഒത്തിരി മെഡിസിൻസ് തന്നു. ഡോക്ടർ കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ പറഞ്ഞു എന്തോ എനിക്കറിയത്തില്ല. എന്നിട്ടും ഡോക്ടർ എനിക്ക് എണീച്ച് നിൽക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. തല കറങ്ങി വീഴുന്നൊരവസ്ഥ. അപ്പം അച്ഛനെ പിടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ വരും തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് വരാൻ പറ്റുമോ തന്നെ. ആ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മയക്കത്തിൽ കാണുന്ന ഒരു വെള്ളം ആരും എന്നെ കുടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വെള്ളം ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുക ഇതെന്തോ ഞാൻ കാണുന്നത്, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ആരോ എന്നെ കുടിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴാണ് ദേവദാസൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് പിന്നെ എൻ്റെ ബോഡിക്കകത്തുനിന്ന് എന്തോ എനിക്കൊരു മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ മാറ്റം വന്നേ പിന്നെ എനിക്കിപ്പോൾ ആ ഒരു അവസ്ഥയില്ല. ഞാൻ ഇപ്പം വളരെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം കുഴപ്പമില്ല. എനിക്ക് തല കറങ്ങുമായിരുന്നു, എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം വളരെ മാറ്റമുണ്ട്. എൻ്റെ ദൈവത്തോട് നന്ദി ഞാൻ പറയും. എൻ്റെ ദൈവം തന്ന അനുഗ്രഹത്തിനും ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുകയാണ്. ആമേൻ ആമേൻ. ഈ സഹോദരി വ്യക്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ ഈ ആരാധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കഥാവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, നിന്നാൽ തലകറങ്ങി താഴെ വീഴുമായിരുന്നു, അതായിരുന്നു സ്റ്റേജ്. പക്ഷേ ഈ ആരാധനയ്ക്ക് വന്നതോടെ ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. ഈ സഹോദരി ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരുടെയും കൈ പിടിക്കാതെ വീട്ടിലെ ജോലികൾ ചെയ്യും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റിയതുപോലെ ആയിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു ഇവൾ ഇന്നു മുതൽ അസാധാരണമായ ഒരു ബലത്തിലോട്ട് കയറുകയാണ്. ഇവളിലൂടെ ആ സ്ഥലത്തൊരു ഉണർവ് നടക്കും, ഇവളിലൂടെ ഒരു വിടുതൽ നടക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു.